والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العظيم بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله. ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, മറ്റു എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മർക്കസ് പബ്ലിക് സ്കൂൾ അൽ-ഫഹീം മദ്രസയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ജീലാനി അനുസ്മരണ സന്ദേശ പ്രഭാഷണത്തിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, ഇന്ന് റബീഉൽ ആഖിർ 11. റബീഉൽ ആഖിർ 11-നാണ് ലോകത്ത് ഏതൊരു മുസ്ലിമിനും പരിചയമുള്ള, ഏതൊരു മുസ്ലിമിനും പേരു പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ ആത്മീയ ലോകത്ത് വലിയ പേരു സിദ്ധിച്ച ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഷെയ്ഖ് എന്ന പേരിൽ പ്രസിദ്ധനായ ഷെയ്ഖ് അവർകളുടെ വഫാത്ത് ദിനം. ആ വഫാത്ത് ദിനത്തിൽ ലോകമാകെ മഹാനവറുകളെ അനുസ്മരിക്കുകയും അവിടുത്തെ മദ്ഹുകൾ, മഹത്വങ്ങൾ പറയുകയും അവരുടെ ജീവിതത്തിൽ നിന്നുള്ള നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുകയും ചെയ്യുന്ന വളരെ മഹത്തായ ഒരു സുദിനമാണ് ഇന്ന്. ഈ അവസരത്തിൽ ഒരു ചെറിയ സന്ദേശ പ്രഭാഷണം ആണ് ഈ വിനീതൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജീലാനി എന്ന ഒരു നഗരം, ആ നഗരത്തിലെ നൈഫ് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ഹിജറ 470 വർഷം, ക്രിസ്താബ്ദം 1077 അവിടുന്ന് ഗുജറാത്തിലായി. വളരെ നന്മ നിറഞ്ഞ, വളരെ മഹത്വമുള്ള, ഗുണങ്ങൾ നിറഞ്ഞ ഒരു പിതൃ പരമ്പരയിലാണ് അവിടുന്ന് ജനിച്ചിട്ടുള്ളത്. അവിടുത്തെ പിതൃ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും മാതൃപരമ്പര ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും ചെന്നെത്തുന്നു. ആ ഒരു സയ്യിദ് പരമ്പരയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. അവിടുത്തെ പിതാവിന്റെ പേര് അബൂ സ്വാലിഹ്, ഉമ്മുൽ ഖൈർ. നമുക്കറിയാം, ആ പേരുകളുടെ അർത്ഥത്തെ അനർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ ജീവിതം. അബൂ സ്വാലിഹ് എന്നാൽ നന്മയുടെ പിതാവ്, ഉമ്മുൽ ഖൈർ ഖൈറിന്റെ മാതാവ്. ഈ രൂപത്തിലായിരുന്നു അവരുടെ ജീവിതം.
ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകാതുല്യമായ ജീവിതം നയിച്ച ആളുകളായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനിയുടെ മാതാപിതാക്കൾ. അത്രയും നല്ല ഒരു മാതാവിനും പിതാവിനും ജനിച്ച ശൈഖ് ജീലാനി തങ്ങൾ, ആ തങ്ങളുടെ ജനനം തൊട്ട് തന്നെ ശൈഖ് ജീലാനിയെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. നമുക്കറിയാം, ചരിത്രം സംശയത്തിനിടയില്ലാതെ രേഖപ്പെടുത്തിയ വിഷയമാണ്, സംഭവമാണ്. ശൈഖ് ജീലാനി തങ്ങൾ അവിടുന്ന് ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ, ചെറിയ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞ്, വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഉമ്മയുടെ മുലപ്പാൽ പകൽ സമയത്ത് കുടിക്കുന്നില്ല. ഉമ്മക്ക് ആദ്യത്തിലെന്തോ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമായിരിക്കാം എന്ന് തോന്നി. അല്ല, റമദാനിന്റെ ഒരു പകലിലും, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു പകലിലും ആ കുഞ്ഞ് മുല കുടിക്കുന്നില്ല. റമദാനിന്റെ രാത്രിയിൽ അഥവാ നോമ്പ് തുറക്കുന്ന സമയം കഴിഞ്ഞതിനു ശേഷം, നോമ്പിന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയം വരെ മുലപ്പാൽ കുടിക്കുന്നില്ല. അതാണ് മാലയിൽ പറഞ്ഞത്, മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ. പരിശുദ്ധമായ മുഹീദ്ദീൻമാലയിൽ ഈ സംഭവം ആണ് ഈ ബൈത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ചെറുപ്പത്തിലെ തന്നെ മഹാന്മാരുടെ പേര് ജനങ്ങളിലേക്ക്, ലോകരിലേക്ക് എത്തിക്കുക എന്നത് അല്ലാഹു തആല വെച്ചിട്ടുള്ള ചില നടപടികളിൽ ഒന്നാണ്. നമുക്കറിയാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. വരാനിരിക്കുന്ന ഒരു പ്രവാചകനിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ അല്ലാഹു തആല തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ശൈഖ് ജീലാനി തങ്ങളുടെ ആ ഒരു മഹാത്മ്യം, ഇതൊരു സാധാരണ കുട്ടിയല്ല. ഇത് ലോകം മുഴുവൻ വാഴ്ത്തുന്ന, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്താനുള്ള ഒരു കുട്ടിയാണ് എന്നതിൻ്റെ സൂചനയായിരുന്നു വിശുദ്ധമായ റമദാനിലെ പകൽ സമയത്ത് മുല കുടിക്കാതിരുന്നു എന്നത്. അവിടുത്തെ പിതാവ് അബൂ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ ഉപ്പ അബ്ദുല്ലാഹി സ്വാമഈ എന്ന് പറയുന്ന മഹാനവർകളാണ് ശൈഖ് ജീലാനിയെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു ഘട്ടത്തിൽ ആളുകൾ സ്വാമഈയുടെ പുത്രൻ എന്നുവരെ ശൈഖ് ജീലാനിയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. സ്വാമഈ എന്ന മഹാൻ അവിടെ അറിയപ്പെട്ട ഒരു സ്വാത്വികനും സൂഫി വര്യനുമായിരുന്നു. വളരെ നല്ല ജീവിതം നയിക്കുന്ന ഒരു മഹാൻ. ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ, സാഹചര്യത്തിലൂടെ വളർന്നു വന്ന മഹാൻ നാം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കുട്ടിയും ജനിക്കുന്നത് വളരെ പരിശുദ്ധമായ പ്രകൃതിയാണ്. ആ കുട്ടി വളരെ നല്ലവനായി തീരുന്നതും, എന്നാൽ അതല്ലാത്ത രൂപത്തിലേക്ക്, മോശപ്പെട്ട രൂപത്തിലേക്ക് നീങ്ങുന്നതുമൊക്കെ അവന്റെ സാഹചര്യങ്ങളാണ്. വളരെ ഉത്കൃഷ്ടരായ, നല്ല സ്വഭാവമുള്ള, മഹിതമായ സ്വഭാവങ്ങൾ കണ്ടുപഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് തീർച്ചയായും ഫലിക്കും. ഞാനിപ്പോൾ പറഞ്ഞു, ബാപ്പയും ഉമ്മയും അതുപോലെ വല്യുപ്പയും എല്ലാവരും അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് വളരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ ഒരു
തർബീയത്തിനായി അവരുടെ ഒരു തണലിലായി കൊണ്ട് വളർന്നു വന്ന ശൈഖ് ജീലാനി തങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല സ്വഭാവത്തിൻ്റെയും നല്ല വിനയത്തിൻ്റെയും ആദരവിൻ്റെയും ഭർത്താവായിരുന്നു. മനസ്സിലാക്കേണ്ടത് ശൈഖ് ജീലാനി തങ്ങൾ ഹിജ്റ 478 നേരത്തെ പറയപ്പെട്ട ജീലാൻ എന്ന സ്ഥലത്ത് നിന്ന് ബഗ്ദാദിലേക്ക് പഠനാവശ്യത്തിന് വേണ്ടി പോകുന്നത്. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ. ഒരുപാട് ചരിത്രങ്ങൾ അതിൻ്റെ മുമ്പും മറ്റുമൊക്കെ പറയാനുണ്ട്. പക്ഷെ ഞാൻ ചുരുക്കി മാത്രമാണ് പറയുന്നത്. 18 വയസ്സുള്ള സമയത്ത് പോകുന്ന വേളയിൽ ഉമ്മ കൊടുത്ത ഉപദേശം, ഒരു മകന് കൊടുത്ത ഉപദേശം, ഏതൊരു സാഹചര്യമാവട്ടെ കളവ് പറയരുത്. എന്നിട്ട് അതിന്റെ കാരണവും ഉമ്മ പറഞ്ഞു കൊടുത്തു. ഒരു മുഅ്മിൻ കളവ് പറയില്ല, ഒരു മുഅ്മിൻ കളവ് പറയില്ല, സത്യവിശ്വാസി കളവ് പറയില്ല. അതുകൊണ്ട് കളവ് പറയില്ല. നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സതുപദേശങ്ങൾ നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട്. ചെറിയ വാക്കുകളായിരിക്കാം, പക്ഷെ അത് കുഞ്ഞു നാളിൽ തന്നെ നാം കുത്തിവെക്കുന്ന സമയത്ത്, അവരിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് അത് അവരുടെ ജീവിതത്തിൽ തന്നെ അത് ഒരുപാട് സ്വാധീനം ചെലുത്തും. വളരെ അടിയന്തരമായ ഒരു ഘട്ടത്തിൽ പോലും രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയാതിരുന്നൊരു സംഭവം നമുക്ക് കേട്ടവരാണ്. ശൈഖ് ജീലാനി പോകുന്ന ഒരു ചെറിയ സംഘം, ആ സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് ഹമദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്രമിക്കുകയും വിശ്രമം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ആയുധധാരികളായ ഒരു പറ്റം കൊള്ളക്കാർ ഇവരെ വളയുകയും അങ്ങനെ അവരിലുള്ള സമ്പത്ത് മുഴുവനും ആ കൊള്ളക്കാർ കവർന്നെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കുട്ടി എന്ന രൂപത്തിൽ മാറി നിൽക്കുന്ന, കൊള്ളക്കാർ ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ഈ കുട്ടിയോട് അവരുടെ നേതൃത്വത്തിലുള്ള കൊള്ളക്കാരുടെ നേതാവ് തലവൻ ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? അപ്പോൾ നേരത്തെ വീട്ടിൽ നിന്ന് ബഗ്ദാദ് എന്ന നഗരത്തിലെ ചിലവും മറ്റുമൊക്കെ ആലോചിച്ചുകൊണ്ട് ഉമ്മ ഉള്ളിൽ കുപ്പായത്തിന്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്ത 40 സ്വർണ്ണ നാണയങ്ങൾ ആ ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കൊള്ളത്തലവൻ ആദ്യം അത് തമാശയാണെന്ന് കരുതി. അല്ല, എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയങ്ങൾ. കൊള്ളത്തലവൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് മോനെ നീ ഇങ്ങനെ സത്യം പറയാൻ കാരണം? ഇത്രയും ഒരു വില പിടിച്ച ഒരു സാധനം നിന്റെ കയ്യിലുണ്ടായിട്ട് നീ കുട്ടിയാണെന്ന നിലക്ക് ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടും നിന്നോട് ചെറിയൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും നീ ഇത് തുറന്നു പറഞ്ഞത് എന്തിനാണ്? നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഉപദേശം, ഒരിക്കലും കളവ് പറയരുത്, മുഅ്മിനാണെങ്കിൽ കളവ് പറയുകയില്ല എന്നാണ്. അതുകൊണ്ട് ഞാനൊരു മുഅ്മിനാണ്, ഞാൻ കളവ് പറയില്ല. ഇത് പിൽക്കാലത്ത് ഒരുപാട് ആളുകളെ സത്യത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു മഹാമനീഷിയാണ് ഇത് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ ആണ് പിന്നീട് സംഭവങ്ങൾ നടക്കുന്നത്. ആ കൊള്ളത്തലവൻ നന്നാവുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം പരിശുദ്ധമായ വഴി സ്വീകരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല മഹത്വം കൊടുത്ത മഹാന്മാർ അവരുടെ നോക്കുകൊണ്ട്, അവരുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഹിദായത്ത് ലഭിക്കുകയാണ്. ഇവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം വിളിച്ചിരിക്കുന്നത് ശത്രു മിത്രു ഭേദമില്ലാതെ എല്ലാവരും വിളിച്ചിരുന്നത് എന്താണ്? അൽ അമീൻ, തുല്യതയില്ലാത്ത സത്യസന്ധൻ. അപ്പൊ സത്യസന്ധത എന്നത് നമ്മുടെ ഇസ്ലാം ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും മഹത്തായ തെളിവാണ്. അത് എല്ലാ മേഖലയിലും നാം കാത്തുസൂക്ഷിക്കുകയും
ചെയ്യുക. വിദ്യാർത്ഥികളാവുമ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ പഠന മേഖലയിൽ അവരുടെ ഉസ്താദുമാരോട്, അധ്യാപകരോട്, പഠനത്തിന് സഹായിക്കുന്ന ആളുകളോട്, അതുപോലെ ജീവിത ചുറ്റുപാടിൽ വീട്ടിലുള്ള മറ്റുള്ള ഉമ്മമാരോട്, ഉപ്പമാരോട്, അയൽവാസികളോട് എല്ലാം സത്യസന്ധത എല്ലാ വിഷയത്തിലും നാം പുലർത്തുക. എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും. അസ്ദിഖു യഹ്ദി ഇലൽ ജന്ന, സത്യസന്ധത സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്. അൽ കദിബു യഹ്ദി ഇലൻ നാർ, എന്നാൽ കളവ് അത് നരകത്തിലേക്കാണ് നയിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായി ജനിച്ചിരിക്കുന്ന ശൈഖ് ജീലാനി തങ്ങൾ അവിടുന്ന് ഒരു വളരെ സുപ്രധാനമായ ഒരു സമയത്ത്, ഒരു അപകടം പിടിച്ച ഘട്ടത്തിൽ പോലും, അഥവാ പോകുന്ന സ്ഥലത്ത് ഒരു മുറുക്ക് വെള്ളം കിട്ടാനുണ്ടോ ഇല്ലേ എന്നതറിയില്ല, അവിടെ പോയിട്ടുള്ള ചെലവിന് വേണ്ടി ഉമ്മ രഹസ്യമായി സൂക്ഷിച്ചു വെച്ച സ്വർണമായിട്ട് പോലും അത് നഷ്ടപ്പെടുന്നതിനേക്കാളും ഭയപ്പാടോടുകൂടി കണ്ടത് ഒരു വാക്ക് കളവ് പറയുകയാണ്. അപ്പോൾ അത്രത്തോളം സത്യത്തെ മുറുകെ പിടിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ജീവിത ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൽ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഗുണപാഠങ്ങൾ കൊണ്ടുവരികയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുക. അതാണ് ഇത്തരം അനുസ്മരണങ്ങളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠനകാലത്ത് തനിക്ക് 2 സഹപാഠികളെ കിട്ടുകയാണ്, വളരെ അടുത്ത സഹപാഠികൾ. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 സഹപാഠികൾ, ഒരാളുടെ പേര് അബ്ദുല്ലാഹ് ബിൻ അബി ഉസ്റൂൻ, മറ്റൊരാൾ ഇബ്നു സക്ക എന്നാണ്. ഇവർ പഠന സമയത്ത് നല്ല ചങ്ങാത്തമുള്ളവരും പഠന കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു. ഇവർ 3 പേരും ഇടയ്ക്കിടെ മഹാന്മാരുടെ മസാറുകൾ സന്ദർശിക്കുകയും അങ്ങനെ ആത്മീയമായി ഉന്നതി നേടാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം ഒത്തൊരുമിച്ച് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കൂട്ടുകാരായിരുന്നു അബ്ദുല്ലാഹി ബിൻ അബി ഉസ്റൂൻ, അതുപോലെ ഇബ്നു സക്ക, അബ്ദുൽ ഖാദിർ ജീലാനി. ഇവർ ഒരു മഹാനെ കുറിച്ച് ഒരു പേര് കേൾക്കുകയാണ്. അൽ ഗൗസ് എന്ന് അറിയപ്പെടുന്ന ഒരു മഹാൻ. അൽ ഗൗസ് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ജനങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു മഹാനെ കുറിച്ച്, വലിയ കറാമത്തുകളുള്ള ഒരു മഹാനെ കുറിച്ച് ഇവർ കേൾക്കുകയാണ്. ഇവർ 3 പേരും കൂടി ആ മഹാനെ സന്ദർശിക്കാൻ ആലോചിച്ചു. ഈ പറയപ്പെട്ട അൽ ഗൗസ് എന്ന പേര് കൊണ്ട് വിശ്രുതനായ മഹാന്റെ ഒരു പ്രത്യേകത, വലിയ പണ്ഡിതനാണ്. എന്ത് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാലും മറുപടി പറയും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വളരെ വലിയ ബുദ്ധിമാനായ ഇബ്നു സക്ക പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയണം. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അബി ഉസ്റൂൻ പറഞ്ഞു, അതിനോടൊത്തുകൊണ്ട് പറഞ്ഞു, ഞാനും ചില ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷെ അദ്ദേഹത്തെ മുട്ടിക്കണമെന്ന ഒരു തീരുമാനമൊന്നും അബ്ദുല്ലാഹി ബിൻ അബി ഉസ്റൂൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന വിനയാന്വിതനായ ആദരവുള്ള സൽസ്വഭാവിയായ കൂട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ നാം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിനോട് ദുആ ചെയ്യാൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഒരു ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാം. അങ്ങനെ ഇവർ 3 പേരും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. അൽ ഗൗസ് എന്ന മഹാനെ ഇവർ കണ്ടുമുട്ടുകയാണ്.
കണ്ടുമുട്ടിയ സമയത്ത് തന്നെ ഈ മഹാൻ ചോദിക്കുന്നു, ഇബ്നു സക്ക, നീ ഇന്നാൽ ഇന്ന ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. എന്റെ അറിവ് പരിശോധിക്കാനും എന്നെ ഉത്തരം മുട്ടിക്കാനും എന്ന ഉദ്ദേശത്തോടെ ചില ചോദ്യങ്ങൾ നീ ചോദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ നിന്റെ വരവ്. എന്നാൽ നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്നതാണ്. ഇന്നാൽ ഇന്ന ചോദ്യത്തിന് ഇന്നാൽ ഇന്ന മറുപടിയാണ്. അതേപോലെ ആ കൂട്ടത്തിൽ ചോദ്യം ചോദിക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്ന, പഠിക്കാൻ എന്ന രൂപത്തിൽ, സംശയം തീർക്കാൻ എന്ന രൂപത്തിൽ ഉദ്ദേശിച്ചിരുന്നതാണെങ്കിലും ആ കൂട്ടത്തിൽ ചോദിക്കാൻ ഉദ്ദേശിച്ച അബ്ദുല്ലാഹി ഇബ്നു അബീ ഉസ്റൂനിന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ചോദ്യങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഈ അൽ-ഹൗസ് എന്ന മഹാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യത്തിന്റെയും ഉത്തരം ഇന്നതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇബ്നു സക്ക, നീ മരണസമയത്ത് പ്രയാസപ്പെടും, അഥവാ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറി അവിശ്വാസിയായി മരണപ്പെടുന്ന സാഹചര്യം നിനക്ക് വരും. അബീ ഉസ്റൂനോട് പറഞ്ഞു, ഭൗതികമായ രംഗത്ത് കനത്ത ഉത്തരവാദിത്തങ്ങൾ ചെവിയോളം വന്ന് മുട്ടി നിൽക്കും. അബ്ദുൽ ഖാദിർ എന്ന തവാദുള്ള ആദരവുള്ള ബറക്കത്ത് പ്രതീക്ഷിച്ച് മാത്രം വന്ന, നാം പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖ് ജീലാനി തങ്ങളോട് അൽ-ഗൗസ് എന്ന മഹാൻ പറഞ്ഞു, അബ്ദുൽ ഖാദിർ ഇവിടെ വരൂ, നീ പൊരുത്തമുള്ള കുട്ടിയാണ്, അടക്കമുള്ള കുട്ടിയാണ്, നിനക്ക് വലിയ ഉയർച്ച വരും, നീ വലിയ മഹാനായി തീരും, ലോകം മുഴുവൻ നിന്നെ പ്രശംസിക്കും, വാഴ്ത്തും. നാം മനസ്സിലാക്കുക, അതിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം എവിടെയോ ജനിച്ച, നമുക്ക് ആ രൂപത്തിൽ പറയാവുന്ന ശൈഖ് ജീലാനി തങ്ങളെ ലോകത്തിന്റെ കുഗ്രാമങ്ങളിലടക്കം ഇന്ന് പരാമർശിക്കുന്നു, അവിടത്തെ പറയുന്നു, അവിടത്തെ പേര് കേൾക്കുമ്പോൾ അവിടത്തേക്ക് വേണ്ടി ദറജ ഉയരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മുഅ്മിനീങ്ങൾ. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇബ്നു സക്ക വലിയ പണ്ഡിതനായി തീർന്നു. അന്ന് ഭരണം നടത്തിയിരുന്ന ഖലീഫക്ക് പോലും വലിയ ഇഷ്ടമുള്ള പണ്ഡിതനായി തീർന്നു. ഈ ഇബ്നു സക്കക്ക് കൊട്ടാരത്തിൽ അവിടുത്തെ ദർബാറിൽ വലിയ സ്ഥാനം കൊടുത്തു. അത്രക്ക് ബുദ്ധിമാനാണ്. ഇസ്ലാമിന്റെ എതിരിലുള്ള ആശയക്കാരോട് സംവാദം നടത്തുന്നതിലും അതിൽ വിജയം നേടുന്നതിലുമൊക്കെ പ്രസിദ്ധനായി തീർന്നു. നിങ്ങൾ നോക്കൂ, അബീ ഉസ്റൂൻ എന്നവർ പറയുന്നു, അൽ-ഗൗസ് എന്ന മഹാൻ പറഞ്ഞത് വെറുതെയായി പോയോ? ഇല്ല, വെറുതെയായില്ല. റോമിലെ രാജാവ് അതാ ഒരു സംവാദത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ആരെ? മുസ്ലിമീങ്ങളെ. ക്രിസ്ത്യാനിയായ റോമിലെ രാജാവ് ഒരു സംവാദത്തിന്റെ വേദി ഒരുക്കുന്നു. അങ്ങനെ സംവാദത്തിന് വേണ്ടി പണ്ഡിതന്മാരെ അദ്ദേഹം ക്ഷണിക്കുന്നു. അപ്പോൾ ബഗ്ദാദിലെ ഖലീഫ ഇബ്നു സക്കയെ പറഞ്ഞയക്കുകയാണ് റോമിലേക്ക് പറഞ്ഞയച്ചു. ആ കൊട്ടാരത്തിലെത്തി. അവിടെ മറുഭാഗത്ത് സംവാദത്തിനിരിക്കുന്ന ക്രിസ്തീയ പുരോഹിതരോട് വളരെ നല്ല നിലയിൽ സംബോധിക്കുകയും ഇസ്ലാമിന്റെ പക്ഷത്തെ, അതിന്റെ വാദങ്ങളെ മറ്റുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിൽ, വിജയം നേടുന്ന രൂപത്തിൽ അവിടുന്ന് സംവാദം നടത്തി. ക്രിസ്തീയ പുരോഹിതന്മാരൊക്കെ ഇബ്നു സക്കയുടെ ബുദ്ധിക്കും അറിവിനും മുന്നിൽ പരാജിതരായി തോറ്റുപോയി. റോമിലെ രാജാവിന് ഇത് വല്ലാത്ത വിഷമം. എങ്ങനെയാണ് ഇബ്നു സക്കയെ ഒന്ന് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നായി റോം രാജാവിന്റെ ചിന്ത. അങ്ങനെയാണ് റോം രാജാവ് തന്റെ അതിസുന്ദരിയായ മകളെ ഇബ്നു സക്കയുടെ മുന്നിലൂടെ പറഞ്ഞയക്കുന്നു.
ഇബ്നു സക്കയുടെ കണ്ണിലിറക്കുകയാണ് സുന്ദരിയായ മകളെ. ആ മകളിൽ ഇബ്നു സക്കയ്ക്ക് ഒരു കണ്ണുണ്ട് എന്നത് റോം രാജാവിന് ബോധ്യപ്പെട്ടു. ആ മകളെ വെച്ചുകൊണ്ട് തന്നെ ഇബ്നു സക്കയെ വലവീശാൻ പിടിക്കാൻ റോമിലെ രാജാവ് തീരുമാനിക്കുന്നു. ആ മകളിലൂടെ ഇബ്നു സക്കയെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരും. അഥവാ ഈ മകളിൽ ആകൃഷ്ടനായ ഇബ്നു സക്ക റോമിലെ രാജാവിനോട് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നു. റോമിലെ രാജാവ് പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്തു തരാം, പക്ഷേ ഒരൊറ്റ ഡിമാൻഡുണ്ട്. നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് വരണം. ക്രിസ്തു മതം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരാം. ഇബ്നു സക്ക അതിന് തയ്യാറാവുകയാണ്. നിങ്ങൾ നോക്കൂ, നേരത്തെ അൽ-ഗൗസ് എന്ന മഹാൻ പറഞ്ഞു, ഹിദായത്തിന്റെ മാർഗം നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അവിടെയൊന്നും തീർന്നില്ല. വിവാഹം കഴിഞ്ഞു, വളരെ സുഖലോലുപനായി ജീവിച്ചു. പക്ഷേ പിന്നീട് അതാ ഇബ്നു സക്കയ്ക്ക് ഒരു മാരകമായ രോഗം വരുന്നു. ആ രോഗം വന്ന് നോക്കുമ്പോൾ ആരും അദ്ദേഹത്തെ പരിചരിക്കാനോ ശുശ്രൂഷിക്കാനോ തയ്യാറാവുന്നില്ല. ആളുകൾ കടുത്തുകൂടാത്ത ഒരു തരത്തിലുള്ള മാരകമായ രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് ആളുകൾ അകറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതൊരു തരത്തിലും ഒരു അറപ്പോ മാരകമായ രോഗമോ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ഇബ്നു സക്കയ്ക്ക് ബാധിച്ചിരിക്കുന്നത് ആർക്കും അടുത്തുകൂടാത്ത രൂപത്തിലുള്ള വിഷമം പിടിച്ചൊരു രോഗം ബാധിക്കുന്നു. അങ്ങനെ സ്വന്തം ഭാര്യ ഉപേക്ഷിക്കുന്നു, കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ അതാ വഴിയരികിൽ ആളുകൾ കൊടുക്കുന്ന പിച്ച കൊണ്ട് ജീവിക്കുന്ന ഘട്ടത്തിലേക്ക് രൂപത്തിലേക്ക് തരം താഴുന്നു. അവസാനം മരിക്കുന്നത് അബീസുവൻ പറയുന്നു, ഇബ്നു സക്ക മരിക്കുന്നത് ഓവുചാലിൽ അഴുക്കുചാലിൽ കിടന്നുകൊണ്ടാണ്. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. മഹാന്മാരുടെ കഴിവുകളെയും മഹാന്മാരുടെ സ്ഥാനത്തെയും ഇടിച്ചു താഴ്ത്തുന്നവർ അവർക്ക് അവരുടെ അവസാനം മോശമായി പോകാൻ വളരെ സാധ്യതയുണ്ട്. കാരണം തഖ്വയുടെ അടിസ്ഥാനം അത് ആദരവാണ്, നമുക്കറിയാമല്ലോ. അപ്പൊ ആ ആദരവ് ഒരാളുടെ മനസ്സിൽ നഷ്ടപ്പെടുന്നതാണ് ശരിക്കും മഹാന്മാരെ, അവരുടെ കഴിവുകളെ, അവരുടെ സ്ഥാനങ്ങളെയൊക്കെ ഇടിച്ചു താഴ്ത്തുകയും ആ രൂപത്തിൽ അവരെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നത്. അപ്പോൾ ഇവിടെ ഇബ്നു സക്ക എന്ന ആൾ അൽ-ഗൗസ് എന്ന മഹാനെ പരിശോധിക്കുന്ന ഒരു തരത്തിൽ അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കാമെന്ന രൂപത്തിലേക്ക് ചിന്തിച്ചത് അദ്ദേഹത്തിന് വിനയായി മാറി. ചെറിയൊരു വിനയല്ലാതെ ഇത് ഈമാൻ തെറ്റിപ്പോവുകയും അവസാനം വളരെ മോശമായ സാഹചര്യത്തിൽ ഒരു മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അബീ യുസ്റുൻ എന്താണ് പറയുന്നത്? അബീ യുസ്റുൻ പിൽക്കാലത്ത് ഡമസ്കസിലെ ഔഖാഫിന്റെ ഡയറക്ടർ പദവി സ്വീകരിക്കേണ്ടി വരികയും വളരെ പ്രയാസകരമായ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോവുകയും ചെയ്യേണ്ടി വന്നു. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു അൽ-ഗൗസ് എന്ന മഹാൻ, എന്ത്, നിങ്ങൾക്ക് ദുനിയാവിന്റെ വിഷയങ്ങളെ കൊണ്ട് നിങ്ങളുടെ ചെവിയോളം മുട്ടി നിൽക്കുന്നു. അപ്പോൾ അബീ യുസ്റുൻ പറയുന്നു, അൽ-ഗൗസ് എന്ന് പറഞ്ഞ മഹാൻ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പിൽക്കാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയായി തീർന്നു, ഔലിയാക്കളുടെ നേതാവായി തീർന്നു. ആയിരക്കണക്കിന് ആളുകളെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അവിടത്തേക്ക് സാധിച്ചു. ഇങ്ങനെയൊക്കെ വലിയ ഉന്നതി നേടാൻ സാധിച്ചത് ചെറുപ്പകാലത്തിലെ എല്ലാവരോടുമുള്ള വിനയം, ആദരവ്, ഇത് വലിയ ഒരു വിഷയമാണ്. ആദരവ് അതാണ് ഒരാളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നമുക്കറിയാം, ഇബ്ലീസ് ഒരിക്കലും തന്നെ അള്ളാഹുവിനെ നിഷേധിച്ച ആളല്ല. ഇബ്ലീസായി തീർന്നത് ആദരവ് ഇല്ലാത്തതുകൊണ്ടാണ്, അനുസരണ ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും
ആ അനുസരിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്തായിരുന്നു? അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചതിന്റെ കാരണം എന്താണ്? ആദം അലൈഹിസ്സലാം എന്ന അള്ളാഹു തആല ആദരിക്കണമെന്ന് പറഞ്ഞ മഹാനെ ആദരിക്കാൻ ഇബ്ലീസ് കൂട്ടാക്കിയില്ല. അപ്പോൾ ആദരവ് എന്നത് നമ്മുടെ വിജയത്തിന്റെ, ഈമാനികമായുള്ള നമ്മുടെ മരണത്തിന്റെ എല്ലാറ്റിന്റെയും കാരണം അത് നമ്മിൽ ആദരിക്കേണ്ടതിനെ ആദരിക്കുക എന്നതാണ്. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കുക എന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദിനങ്ങൾ വരുന്ന സമയത്ത് മഹാന്മാരെ കുറിച്ച് നാം മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് ജീവിതം നന്നാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനരായ ശൈഖ് മുഈനുദ്ദീൻ ജിലാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കിത്തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹ് തീരി പേരും തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദവർഗില ആണോവർഗില കീഴലിലും ഭംഗിലായോവർ എല്ലാ ദിശയിലും കേളിമികച്ചോവർ സുൽത്താനുൽ ഔലിയാ എന്ന പേരുള്ളോവർ സയ്യിദവർ തായും ബാവയും ആണോവർ ബിൽ ഖുതുബി റബ്ബാനി والغوث صمداني نجينا من كل آفات يا الله. ബാവാമുദൂവിൻ ഖുതുബായി വന്നവർ വനമേളിലും കേളിറങ്ങവർ പിന്നെ ആകാശം കണ്ടവർ കേറും മലകൂട്ടി രാജാളിയെന്നവർ ബലത്ത് ശരീഅത്തെന്നും കാടലുള്ളവർ ഇടത്ത് ഹഖീഖത്തെന്നും കാടലുള്ളവർ ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം തീരെ ഉള്ളവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഖൗഫി സമദാനി നജീനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജൈലാനി എന്നവർ ശൈഖന്മാർക്കെല്ലാം ഖുതുബായി വന്നവർ അല്ലാഹ് സ്നേഹിച്ച മുഹയ്യിദ്ദീൻ എന്നവർ അറ്റം ഇല്ലാതോളം മേൽമാടയവർ ബിൽ ഖുതുബി റബ്ബാനി വൽ
الأرض صمداني نجينا من كل آفات